കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം 2-ാം ഭാവത്തിൽ നിന്ന് 3-ലേക്ക് വ്യാഴം മാറുകയാണ്. അതുകൊണ്ട് തന്നെ പലവിധത്തിലുള്ള പ്രയാസങ്ങളും മനോക്ലേശങ്ങളും നമ്മളേറെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലത അല്ലാത്തതായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. സഹോദരങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായ യോഗങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും കഴിഞ്ഞ കാര്യത്തെപ്പറ്റി വ്യാകുലതപ്പെടുന്ന സ്വഭാവവിശേഷങ്ങളൊക്കെ ഒന്ന് മാറ്റുക. മനോബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയകളൊക്കെ അനുഷ്ഠിക്കുക. പ്രധാനമായിട്ടും ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും നമുക്ക് സഹായം ചെയ്യുന്നവരുമൊക്കെ ആയിട്ട് പിണക്കങ്ങൾ വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭ്രാതൃകതേ എന്നാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സഹോദര നാശത്തെ വരുത്തുകയില്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണഫലത്തിന് തടസ്സം നിൽക്കും. നമുക്ക് ലഭിക്കാനുള്ള സഹായങ്ങൾക്ക് തടസ്സം നിൽക്കും. കേസുകളോ തർക്കങ്ങളോ ഒക്കെ വരുന്നതൊക്കെ നമുക്ക് വിപരീത ഫലത്തെ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി മാറുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്ര ദർശനവും തൃക്കൈവെണ്ണ തുളസിമാല സമർപ്പിക്കൽ, മഞ്ഞുടയാട സമർപ്പിക്കൽ, ചന്ദനം ചാർത്തൽ, ഇതൊക്കെയാണ് പ്രധാന വഴിപാടായിട്ട് പറയുക. അതിനൊപ്പം തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെന്ന് വ്യാഴ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഈ നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ്.